നമസ്കാരം. തിരുവനന്തപുരത്ത് പട്ടം SUT ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജൻ ഡോക്ടർ പ്രതിഭ സുകുമാറാണ് ഞാൻ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളിൽ ഇന്നത്തെ കാലത്ത് ജീവിതശൈലിയിലും ആഹാര രീതിയിലും വ്യത്യാസങ്ങൾ വന്നേക്കുന്നത് കൊണ്ട് കാണുന്ന ഒരു അസുഖത്തിനെ കുറിച്ചാണ്. കുഞ്ഞുങ്ങളിൽ വയറുവേദനയുടെ ഒരു കാരണമായ മീസെൻട്രിക് അഡിനൈറ്റിസ്. മീസെൻട്രിക് അഡിനൈറ്റിസ് എന്താണ്? കുടലിൻ്റെ ചുറ്റും ഉള്ള കഴലകളിൽ ഇൻഫ്ലമേഷൻ വന്നാൽ അത് കൊണ്ട് കുടലിൻ്റെ പ്രവർത്തനം കുറയും. അതിൽ നീര് വീഴ്ച പോലെ വന്നിട്ട് കുഞ്ഞിന് വയറുവേദനയും ഛർദിലും ചിലപ്പോൾ പനിയും വന്നേക്കാം. അപ്പോൾ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇന്നത്തെ കാലത്ത് മിക്ക കുഞ്ഞുങ്ങളും ജങ്ക് ഫുഡ് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ ഈ സ്നാക്സ് കൂടുതൽ കഴിക്കുന്നതിൻ്റെ കാരണമാണ് ഇങ്ങനെ ഇൻഫ്ലമേഷൻ വരുന്നത്. ഈ ജങ്ക് ഫുഡ്സ് അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡ്സിൽ ഫ്ലേവർ എൻഹാൻസിങ്ങും കെമിക്കൽ പ്രിസർവേറ്റീവ്സും കളറിങ് ഏജൻസും അങ്ങനെ പല കെമിക്കൽസും ഉള്ളതിനാൽ അത് കുഞ്ഞിൻ്റെ ഇൻറ്റസ്റ്റൈനിൽ പോയിട്ട് അത് അവിടുത്തെ ഒരു ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ ഉണ്ടാക്കും. അപ്പോൾ ഈ റിയാക്ഷൻ കാരണം കുടലിൻ്റെ ചുറ്റുമുള്ള കഴലകളിൽ ഇൻഫ്ലമേഷൻ വന്ന് ആണ് ഈ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണം, അതായത് വയറുവേദനയും ഛർദിലും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ വേറെ ഒരു കാരണം, ഇങ്ങനത്തെ ജങ്ക് ഫുഡ് കഴിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ ആഹാരത്തിൽ ഡയറ്ററി ഫൈബർ, അതായത് നാര്, ആവശ്യപ്പെട്ട നാരുകളുടെ അംശം കുറയും. അപ്പോൾ ഇതുകൊണ്ട് മലബന്ധം, കോൺസ്റ്റിപ്പേഷൻ വരും. അപ്പോൾ ഇതും ഒരു ആഡഡ് ഫാക്ടറാണ് ഈ ഇൻഫ്ലമേഷൻ കൂട്ടാനായിട്ട്. അപ്പോൾ ഈ ജങ്ക് ഫുഡും കോൺസ്റ്റിപ്പേഷനും വരുമ്പോഴാണ് കുടലിൽ നിറച്ച് മലം, അതായത് ഫീക്കൽ ലോഡിങ് വന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് എന്ത് ഫുഡ് കഴിച്ചാലും കുടലിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് വയറുവേദന, ഛർദിൽ വരുന്നത്. അപ്പോൾ ഏത് പ്രായത്തിലും ഈ അസുഖം കാണാം. ഇന്നത്തെ കാലത്ത് വളരെ സാധാരണ കാണുന്നത് ഒരു 3 വയസ്സ് തൊട്ട് ഒരു 10-12 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളിലാണ്. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞുങ്ങൾ അടിക്കടി വയറുവേദന പറഞ്ഞുകൊണ്ടിരിക്കും. ചില സമയത്ത് അത് വളരെ കടുത്ത വയറുവേദനയും ഛർദിലും ആകുമ്പോഴാണ് അവർ ഡോക്ടർമാരുടെ അടുത്ത് കൊണ്ടുവന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞുങ്ങളെ പരിശോധിക്കുമ്പോൾ കുടലിൽ നമുക്ക് ഈ ഫീക്കൽ മാറ്റർ, അതായത് മോഷൻ്റെ അംശം കെട്ടിക്കിടക്കുന്നതായി ഫീൽ ചെയ്യാം. പിന്നെ കുഞ്ഞിനോട് കുഞ്ഞിൻ്റെയും രക്ഷിതാക്കളോട് സംസാരിക്കുമ്പോൾ കുഞ്ഞിൻ്റെ ആഹാര രീതിയും ടോയ്ലറ്റ് ഹാബിറ്റ്സും വളരെ മോശമാണ് എന്ന് മനസ്സിലാവും. ഇത് കുഞ്ഞുങ്ങൾ ഈ ജങ്ക് ഫുഡ് കഴിക്കുമ്പോൾ അതിൽ ഈ അഡിക്റ്റീവ് ടേസ്റ്റ് വരാൻ എൻഹാൻസിങ് ഫ്ലേവർ എൻഹാൻസിങ് സബ്സ്റ്റൻസ് ഉള്ളത് കൊണ്ടാണ് അവർ വീണ്ടും അത് തന്നെ ചോദിക്കുന്നത്. അപ്പോൾ കുട്ടികൾ ഇതിനായിട്ട് വാശി പിടിക്കുമ്പോൾ മാതാപിതാക്കൾ അവരുടെ വാശിക്ക് വഴങ്ങി ഈ അൺഹെൽത്തി ഫുഡ് വാങ്ങിക്കൊടുക്കും. അല്ലെങ്കിൽ കൺട്രോൾ ഇല്ലാണ്ട് എപ്പോഴും ഇത് തന്നെ കഴിക്കും. വേറെ ഒന്നും നിയന്ത്രണം ഇല്ലാത്തത് കൊണ്ടാണ് ഇത് ഒരു ഭീകരമായ പ്രശ്നമായി വരുന്നത്. ഈ വയറുവേദന മാത്രമല്ല, കുഞ്ഞുങ്ങളിൽ ഈ മയോനൈസ് അല്ലാണ്ട് ഈ ഹൈഡ്രോജനേറ്റഡ് ഫാറ്റ് കൂടുതലുള്ളപ്പോൾ അവരുടെ വയറിൻ്റെ അകത്ത് വേറെ ചേഞ്ചസും കാണാറുണ്ട്. ഫാറ്റി ലിവർ, ഗോൾ സ്റ്റോൺസ്, ഇതെല്ലാം സാധാരണ നമ്മൾ ഇത്രയും കൊല്ലങ്ങൾ വലിയ ആൾക്കാരിൽ ഒരു 30-40 വയസ്സായ ആൾക്കാരിലാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരുവിധം മിക്ക കുഞ്ഞുങ്ങൾക്കും വയറുവേദനയ്ക്ക് സ്കാൻ എടുത്ത് നോക്കുമ്പോൾ അവർക്കും ഈ ഗോൾ സ്റ്റോൺസും ഗ്രേഡ് 1 ഫാറ്റി ലിവറും കാണാറുണ്ട്. അപ്പോൾ ഇത് ഗ്ലോബൽ ഒരു എപ്പിഡമിക് ആണ്. അൺഹെൽത്തി ലൈഫ് സ്റ്റൈലും അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ്സും കൊണ്ട് വരുന്നത്. അപ്പോൾ നമ്മൾ അതിനെ സീരിയസ് ആയിട്ട് എടുക്കണം, പരമാവധി നോക്കണം. കുഞ്ഞുങ്ങളുടെ ഡയറ്റ് ഹെൽത്തി ആയിരിക്കണം. ഹെൽത്തി ഡയറ്ററി ഫൈബർ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ആവശ്യത്തിനുള്ള വെള്ളം അകത്ത് ചെല്ലണം. ഈ പ്രോസസ്ഡ് ഫുഡും ബേക്കറി ഐറ്റംസും കഴിക്കുന്നതിൽ ഒരു നല്ല നിയന്ത്രണം വേണം. കുഞ്ഞുങ്ങളിൽ അവരുടെ വാശിക്ക് വിട്ടുകൊടുക്കാണ്ട് ഹെൽത്തി ഹാബിറ്റ്സും റീഇൻഫോഴ്സ് ചെയ്യണം. കുഞ്ഞിന് എല്ലാ ദിവസവും ബാത്റൂമിൽ പോകുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാനുണ്ട്. ഇല്ലെങ്കിൽ ഈ വയറുവേദന മീസെൻട്രിക് അഡിനൈറ്റിസ് മാത്രമല്ല വേറെ പ്രശ്നങ്ങളും ഉണ്ടാവും.